ഞാൻ അവിടെ കുടിയിരിക്കണോ? അല്ല മുത്തശ്ശി, മുത്തശ്ശി എന്തായി? അമ്മ എവിടെ? എന്റെ അമ്മ കൊമ്മ, അവളെ കൊണ്ടാണ് മനുഷ്യ കുടുങ്ങിയിരിക്കുന്നത്. മുത്തശ്ശി ഓക്കെയല്ലേ? കുഞ്ഞുസേ എങ്ങനെ വന്നേ? മോളെ എവിടെയായിരുന്നേ? മുത്തശ്ശി, ഞങ്ങളെ ക്യാന്റീന് തപ്പി നടക്കായിരുന്നേ. അവളെ ഇനി തപ്പൊന്നും വേണ്ട. അതെ, എന്റെ അമ്മ ഇവിടെ തന്നെ ഉണ്ട്. എന്റെ മോളോടൊന്ന് പറഞ്ഞേക്കേ, അവള് ചത്തുപോയിന്ന്. ഇനി അവള് തപ്പിയിട്ട് ഒരു കാര്യമൊന്നുമില്ല. അതില്ല മുത്തശ്ശി, മുത്തശ്ശി ഓക്കെയല്ലേ? ഓക്കെയാണോ ചോദിച്ചാ ഓക്കെയാണോ ചോദിച്ചാ കുഴപ്പമൊന്നുമില്ല. മുത്തശ്ശി, ആരാ അടിച്ചേ? അറിയില്ല, പക്ഷെ എന്റെ ഊര പോയേ. ഞാനാ അടിച്ചത്. ഇവളോ? എന്നെ വെറുതെ വിട്ടേക്ക് മരുമോളെ. സ്ത്രീയെ, മാനമര്യാദയ്ക്ക് ഞാൻ ശാന്തിയോടെ എന്റെ അന്തി ഉറങ്ങുമ്പോൾ താനും ആ മന്ത്രവാദിയും കൂടിയല്ലേ എന്നെ ഓജോപാട് കളിച്ച് എന്റെ ഉറക്കം ഉണർത്തിയത്. അല്ല കൊച്ച, എന്നെ വെറുതെ വിട്ടേക്ക്. ആ മന്ത്രവാദി എല്ലാത്തിനും കാരണം. ആണോ? അങ്ങനെയാണോ? ആരുടെ അമ്മ? എന്താ കൊച്ച നീ? നിനക്ക് എന്താ വേണ്ടേ? എന്താന്ന് വെച്ചാൽ ഞാൻ തരാം. ഏതായാലും നിങ്ങൾ എന്നെ ഓജോപാട് കളിച്ച് ഇവിടെ വരുത്തിയല്ലേ, എനിക്കൊരു ശരീരം വേണം. അപ്പൊ നിനക്ക് ഇപ്പൊ ഉള്ള ശരീരത്തിന് എന്താ കുഴപ്പം? ഇതാരാ എന്റെ കൂടെ ഒരാള്? ഇത് ആന്റി ആണെങ്കിൽ പിന്നെ അതാരാ? ഒരു വെടിക്ക് രണ്ട് പ്രേതോ? ഇതിലെ പേര് എന്റെ അമ്മ. അതാരാ കുഞ്ഞുസേ? എന്റെ അമ്മ അതാ. കുഞ്ഞുസേ, അതാരാ? എനിക്കറിയില്ല ആന്റി. ഇവിടെ അപ്പൊ എത്ര പ്രേതങ്ങളാ? ദൈവമേ, ആ സാമയെ കൊണ്ട് ഒന്നിന് പകരം രണ്ടെണ്ണം ആയല്ലോ അപ്പൊ ഇവിടെ. ഇത് രണ്ടുപേരും എങ്ങോട്ടാ പോകുന്നേ? ഈ കുഞ്ഞുസ പ്രായത്തിന്റെ കൂടെ എങ്ങോട്ടാ പോകുന്നേ? കുഞ്ഞുസേ തളേ. അയ്യോ, എന്നെ വെറുതെ വിട്ടേക്ക്. ഏയ്, എന്താ ചിരിക്കുന്നേ? ഇഷ്ടപ്പെട്ടോ? അയ്യോ, എന്നെ വെറുതെ വിട്ടേക്ക്. നിങ്ങളല്ലേ എന്നെ വിളിച്ചു വരുത്തിയത്, അനുഭവിക്ക്. നിങ്ങൾക്ക് ഇത് തന്നെ വേണം. ചേച്ചി, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? എനിക്കറിയില്ല. എന്തൊക്കെയാ ഉണ്ടായത്? അമ്മയെ പറത്തിച്ചു, ഇടിപ്പിച്ചു, എന്തെല്ലാം ഉണ്ടായിപ്പോ? എന്താ ഇവിടെ സംഭവിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ എന്താ ഇവിടെ? അമ്മേ, എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? ചിലപ്പോ ഓജോപാട് കളിച്ചപ്പോ വന്ന പ്രേതമാവോ അത്? അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ പെട്ടല്ലോ. പ്രേതത്തിന് നല്ലവര് ചീത്തവര് അങ്ങനെയൊന്നുമില്ല, അവരെല്ലാവരും ഉപദ്രവിക്കും. ഇതിന് പ്രേതമൊക്കെ ഉള്ളതാണോ? എന്തായാലും ഇപ്പൊ വന്നേക്കുന്നത് ഒറിജിനൽ പ്രേതമാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ. ഇനി എന്താ നമ്മൾ ചെയ്യാ? ആകൊരു വഴിയേ ഉള്ളൂ. നമുക്ക് ഏറ്റവും നല്ല സ്വാമിമാരെ ഇപ്പൊ സമീപിക്കാം. ഏതായാലും നാളെ ആവട്ടെ. നാളെ വരെ കാത്തു നിന്ന അമ്മയുടെ അവസ്ഥ അത് ശരിയാ. പക്ഷേ പ്രേതങ്ങൾ ഇവിടുന്ന് പോണെന്നുണ്ടെങ്കിൽ രാവിലെ ആവണം. നമുക്ക് നാളെ രാവിലെ പോയി നോക്കാം. ഇത് തന്നെയാ, പേര് കേട്ട സ്വാമിയാ. ചേച്ചി, എനിക്ക് പേടിയൊന്നു. നമ്മള് ചെയ്ത് തെറ്റല്ലേ? പ്രേതത്തെ പോലെ അഭിനയിച്ചു. ഇതൊക്കെ ഇദ്ദേഹം അറിഞ്ഞാ നമ്മള് വഴക്ക് പറയില്ലേ? അത് നമ്മൾ ചെയ്ത ഒരു നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ? അമ്മേ, എനിക്ക് ഇതുപോലത്തെ സ്ഥലത്ത് ഇതുപോലത്തെ വീട് വേണം. എന്തൊരു ഭംഗിയാ ഇവിടെയൊക്കെ കാണാനായിട്ട്. അമ്മേ, നമുക്ക് ഇങ്ങനത്തെ വീടുണ്ടോ? എന്നാ ഞാൻ സത്യം പറയട്ടെ, ഇത് സ്വാമിയുടെ വീടല്ല, നമ്മുടെ ഒരു പഴയ വീടാ. എന്താ നാരായണ, നല്ലതുപോലെ കഴിക്കേ. എന്താ നിന്റെ കോലമൊക്കെ അങ്ങ് കണ്ടാലും മതി. നന്നായി തിന്ന് കൊഴിക്കടാ. സ്വാമി, ഇതാരായി വന്നേക്കണേ? വരിക. എന്താപ്പോ ഈ വഴിക്കൊക്കെ? അത് പിന്നെ സ്വാമി, ഒരു പ്രശ്നമുണ്ട്, അത് പറയാനായിട്ടാ. പറയാ, നമ്മളെ കൊണ്ട് പരിഹരിക്കാനാവണതാണെങ്കിൽ നമ്മള് പരിഹരിച്ചു തരുന്നതാണ്. നിങ്ങളോട് എനിക്ക് എപ്പോഴും കടപ്പാടേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ മുത്തശ്ശി തന്ന ദാനമാണ് ഈ വീട് എനിക്ക്. ഈ നാട്ടിലേക്ക് ഞാൻ വന്നിട്ട് ഒരു കൂരിടം പോലും ഇല്ലാതെയാ. ഇപ്പൊ എനിക്ക് ഈ നാട്ടില് നല്ല വിലയുണ്ട്. അതിന് കാരണം നിങ്ങൾ തന്നെയാ. നിങ്ങളിപ്പോ ഇങ്ങോട്ടൊന്നും വരാറില്ല. അറിയാലോ സ്വാമി, അനിയന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നല്ല പ്രശ്നങ്ങളാ. പിന്നെ അതുമല്ല, ഞാനിപ്പോ ലണ്ടനിലാ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസത്തിന് ലീവിന് വന്നതാ. ഇനി എനിക്ക് തിരിച്ചു പോകാൻ അത്ര ആഗ്രഹമൊന്നുമില്ല. ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ സ്ഥിരമാകും. അപ്പോഴേക്കും ഞങ്ങൾ ഇങ്ങോട്ട് വരണ്ട്. ഇടയ്ക്കൊക്കെ ഇവിടേക്കൊന്ന് വന്ന് പോയിക്കൂടെ? സ്വാമിയുടെ കുട്ടികളും ഭാര്യയും ഒക്കെ എല്ലാവരും അകത്തുണ്ട്. നിങ്ങളിപ്പോ നാട്ടിലേക്ക് വരാറൊന്നുമില്ലേ? ഏതായാലും ഇതുവരെ വന്നതല്ലേ, ഒന്ന് മുത്തശ്ശി കണ്ടിട്ട് പോകണം. അവൾ എപ്പോഴും പറയും നിങ്ങളെ കുറിച്ച്, നിങ്ങളൊന്നും ഇപ്പൊ തിരിഞ്ഞു നോക്കാറില്ല എന്നൊക്കെ. ഞങ്ങൾക്ക് ഓർമ്മയില്ലായിട്ടല്ല, സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയില്ലേ. ഞങ്ങളുടെ അമ്മയുടെ സ്വഭാവം മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ. അതും ശരിയാ. എപ്പോഴും നിങ്ങളുടെ കുടുംബത്തോടെ എനിക്ക് കടപ്പാടുണ്ടാകും. അല്ല, എന്തോ പ്രശ്നമുണ്ടെന്ന് സൂചിപ്പിച്ചല്ലോ, അതെന്താണെന്ന് പറഞ്ഞാലും.
പ്രശ്നം എന്താന്ന് വെച്ചാൽ സ്വാമി, ഒരു പ്രേതശല്യം ഉണ്ട്. എന്റെ ദേവി, പ്രേതശല്യോ? അതെ, അവിടെ ടൗണില്. നിങ്ങളുടെ വീട്ടിലാണോ? അതെ. ആരെങ്കിലും ആഗ്രഹം തീരാതെ മരിച്ചു പോയവരുണ്ടോ കുടുംബത്തിൽ? ഇല്ലല്ലോ സ്വാമി. പ്രേതം എങ്ങനെയാ വന്നെന്ന് വെച്ചാ, അമ്മ ഓജോബോർഡ് കളിച്ചതാ, അതിലൂടെ വന്നതാ. ഇപ്പൊ എന്തു ചെയ്യണമെന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഓജോ ബോർഡ് കളിക്കേ? അതൊക്കെ ഭയങ്കര തീക്കളിയാണല്ലോ. അതൊക്കെ കളിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വന്ന പ്രേതങ്ങളെ തിരിച്ചയക്കാൻ വളരെ പാടാ. കാരണം അവർ സ്വയമേ വന്നതല്ല, നമ്മൾ അവരെ വിളിച്ചു വരുത്തിയതാ. അല്ല, എന്തിനാ നിങ്ങളുടെ അമ്മ ഈ പണി ചെയ്തത്? അത് ഒരു കള്ളസ്വാമിയുടെ പരിപാടിയാ. കള്ളസ്വാമിയോ? അങ്ങനെ പറഞ്ഞാ? ഞാൻ എല്ലാം പറയാം.